ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പകൽക്കാലവും നമുക്ക് ദൈവശബ്ദം കേൾക്കുവാനായി ഒരുങ്ങാം. ഇന്നത്തെ വായന ഭാഗം 1 ദിനവൃത്താന്തം 17 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 24 അധ്യായം 13 വാക്യം. ഗാദ് ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് അറിയിച്ചു. ദാവീദ് രാജാവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രവാചകനും ദർശകനുമായിരുന്നു ഗാദ്. ഭാഗ്യം എന്നതാണ് ഗാദ് എന്ന പേരിൻ്റെ അർത്ഥം. ഗാദ് എന്ന പേര് യാക്കോബ് ലേയ ബന്ധത്തിലെ ഒരു മകനും ഉള്ളതായിട്ട് കാണപ്പെടുന്നു. ശമൂവേൽ പ്രവാചകന്റെ 1ഉം 2ഉം പുസ്തകങ്ങളിൽ ഇന്ന് നാം ചിന്തിക്കുന്ന ഗാദിനെ പ്രവാചകൻ എന്നും ദർശകൻ എന്നും വിശേഷിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രവാചകന്മാർ എന്നാൽ കേവലം പ്രഭാഷണം നടത്തുകയല്ല, മറിച്ച് ദൈവിക സന്ദേശം വ്യക്തമായി വിനിമയം ചെയ്യുന്ന ധർമ്മമാണ് പ്രവാചകനിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ദൈവഹിതം ഗ്രഹിച്ച് ദൈവത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി ദൈവ ഉദ്ദേശവും ശാസനയും നേതാക്കന്മാരെയും സാധാരണ ജനങ്ങളെയും അറിയിക്കുക എന്ന കർത്തവ്യമാണ് പ്രവാചകന്മാർക്ക് ഉണ്ടായിരുന്നത്. ഇവിടെ ദാവീദ് രാജാവിൻ്റെ അടുക്കൽ 3 സന്ദർഭങ്ങളിലായി ഈ ഗാദ് പ്രവാചകൻ കടന്നു വരുന്നുണ്ട്. ഒന്നാമതായിട്ട്, ശൗലിനെ ഭയന്ന് ദാവീദ് മോവാബിൽ താമസിച്ചപ്പോൾ യഹൂദയിൽ പോകുവാനായി ദാവീദിനെ ഉപദേശിക്കുന്നു. അത് നമുക്ക് 1 ശമൂവേൽ 22 അധ്യായം 5 വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഗാദ് പ്രവാചകൻ ദാവീദിനോട് ദുർഗത്തിൽ പാർക്കാതെ യഹൂദ ദേശത്തേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട്, ദാവീദ് ജനസംഖ്യ എടുത്ത ദോഷത്തിന് ദൈവം അയക്കുന്ന 3 ശിക്ഷകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുവാൻ ദാവീദിനെ ഉപദേശിക്കുന്നു. അത് നമുക്ക് 2 ശമൂവേൽ 24 അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലും 1 ദിനവൃത്താന്തം 21 അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ നമ്മൾ കുറിവാക്യത്തിൽ വായിച്ചതുപോലെ ഗാദ് ദാവീദിൻ്റെ അടുക്കൽ ചെന്ന് അവനോട് അറിയിക്കുന്നു. ഇപ്രകാരമാണ് അറിയിക്കുന്നത്: നിന്റെ ദേശത്ത് 7 സംവത്സരത്തെ ക്ഷാമം ഉണ്ടാകുകയോ അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുകയോ, അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ എന്തു വേണം എന്നാണ് അവിടെ ഗാദ് പ്രവാചകൻ ചോദിക്കുന്നത്. മൂന്നാമതായിട്ട്, യെബൂസ്യനായ അരവ്നയുടെ മെതിക്കളത്തിൽ യഹോവയ്ക്ക് യാഗപീഠം പണിയുവാൻ ഗാദ് പ്രവാചകൻ അല്ലെങ്കിൽ ഗാദ് ദർശകൻ ഇവിടെ ദാവീദിനെ ഉപദേശിക്കുന്നതായിട്ട് അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് മാത്രമല്ല, ഒരിടത്ത് യെബൂസ്യനായ ഒർനാൻ എന്നും കളമുടമയുടെ പേരായിട്ട് പറഞ്ഞിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുന്നു. അങ്ങനെ ഗാദ് പറഞ്ഞതനുസരിച്ച് ദാവീദ് രാജാവ് കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നതായിട്ടും മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ പ്രവാചകനും ദർശകനുമായ ഗാദ് ദാവീദ് രാജാവിന് ഒരു വഴികാട്ടിയായി പ്രവർത്തിക്കുന്നു. പ്രവാചകൻ അഥവാ ദർശകൻ എന്ന പേര് അന്വർത്ഥമാക്കിയ വ്യക്തിയായിരുന്നു ഗാദ്. അപ്രകാരം ദൈവത്തിന് നമ്മെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട്. അത് മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്കും ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തേക്ക് ഞങ്ങളെക്കുറിച്ച് ഒരു വലിയ പ്ലാനും പദ്ധതിയും ഉണ്ടല്ലോ. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവ ഇഷ്ടം മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.